കണ്ണംകുണ്ട് പാലം എൻ്റെ തന്നെ ഒരു വ്യക്തിപരമായ വികസന രംഗത്തൊരു ദുഃഖമാണ്. അങ്ങനെ ആ പണി പൂർത്തിയായി പാലം വന്നു. പിന്നെ അതിനുള്ള വിമർശനം എന്താ, അരപ്പാലം. കണ്ണംകുണ്ട് പാലം ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സമാനമായ രൂപത്തിൽ ഒരു പാലം മറ്റൊരു മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ കെട്ടേണ്ടി വന്നു. അത് പല ആളുകളെയും സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള പറയപ്പെടുന്നുണ്ട്. അന്ന് ആരൊക്കെ ഫ്ലെക്സ് വെച്ചതെന്ന് ചോദിച്ചു. ആദ്യത്തെ ഫ്ലെക്സ് LDF പിണറായിക്കും തോമസ് ഐസക്കിനും ഒക്കെ അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സ്. ആയിക്കോട്ടെ, ഇത് സത്യസന്ധമാണ്. ഞാനല്ല, ഇനി വേറൊരാൾ നാളെ വന്നാലും ഈ സ്റ്റേജിൽ നിന്ന് താഴോട്ട് പോകില്ല. ടാർ കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ട്. അതൊക്കെ വരുമ്പോഴേക്ക് ഇങ്ങോട്ട് നമ്മുടെ നെഞ്ഞത്തേക്ക് വരുന്നതിൽ അർത്ഥമില്ല. 1000-ഓളം ഗ്രാമീണ റോഡുകൾ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ പണി പൂർത്തിയാക്കി. ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ക്ഷേത്രങ്ങൾക്കാണ്. പള്ളിയിലും സുബഹി അതിരാവിലെ വരേണ്ടി വരും. നോമ്പ് കാലത്തൊക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളും നമസ്കാരങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ചർച്ചിന്റെ കാര്യത്തിലും അത് തന്നെ. പാതിരാ കുർബാനയും രാവിലെ വരുന്ന മറ്റ് പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഒരു തിരക്കുള്ള വിവേചനവും ഇല്ലാതെ മാക്സിമം അത് അനുവദിച്ചിട്ടുണ്ട്. ഒക്കെ പിന്നിൽ നമ്മൾ അധ്വാനിച്ചും നമ്മൾ പ്രപ്പോസൽ കൊടുത്തതുമാണ് കാര്യങ്ങൾ നടക്കുന്നത്. പദ്ധതികൾ നടക്കാതെ പോയാൽ അല്ലെങ്കിൽ വൈകിയാൽ MLAയുടെ കുഴപ്പം. നടന്നാൽ അത് ഞങ്ങളെ സർക്കാരിന്റെ, അത് ഞമ്മന്റെ സർക്കാർ. നമസ്കാരം, ദേശവാണി എഫ്എമ്മിലേക്ക് സ്വാഗതം. ദേശവാണി എഫ്എമ്മിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മണ്ണാർക്കാടിന്റെ MLA പ്രിയങ്കരനായ ഷംസുദ്ദീൻ സാറാണ്. നമസ്കാരം. നമസ്കാരം. ഇന്ന് ഇങ്ങനെ ഒരു ചർച്ച നടത്താനുള്ളൊരു കാരണം, നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും മറ്റും ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 15 വർഷമാവാറായി. ഈ ഒരു 15 വർഷം എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് മണ്ണാർക്കാട് MLA മണ്ണാർക്കാട് ചെയ്തിട്ടുള്ളതെന്നുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 15 വർഷം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് സാറ് ചെയ്തു വെച്ചിട്ടുള്ളത്? വികസനം എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്രദേശത്തിനും ആവശ്യമായ പദ്ധതികളാണ്. തീർച്ചയായും ഞാൻ 2011 MLA ആയിട്ട് വരുന്നത്. ആ സമയം തൊട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനങ്ങൾ നോട്ട് ചെയ്ത് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അതുപോലെ നമ്മൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ്. ജനങ്ങൾ നിത്യേന പറയുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമാണ് നടത്തിയത്. അതിൽ കുറേയൊക്കെ പരിഹരിക്കാൻ സാധിച്ചു, എന്നാൽ ചിലത് പരിഹരിക്കപ്പെട്ടിട്ടുമില്ല. ഈ 15 വർഷത്തിനിടയിലെ വികസനം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരും. ഇപ്പോൾ ഞാൻ ആ 15 വർഷത്തിനിടയിൽ 2 തവണ വീണ്ടും തെരഞ്ഞെടുപ്പുകൾക്ക് മത്സരിച്ചു. ആ സമയത്തൊക്കെ കൃത്യമായി നമ്മൾ നടത്തിയ വികസനത്തിൻ്റെ പത്രിക ഒരു ചെറിയ കൈപ്പുസ്തകമായിട്ട് ഇവിടെ സധൈര്യം നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ വെച്ചതാണ്. പിന്നെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരും. അത് സതുദ്ദേശപരമായ വിമർശനങ്ങളൊക്കെ സ്വാഗതാർഹമാണ്. ചിലത് പിന്നെ രാഷ്ട്രീയ പ്രേരിതമായി പിന്നെ ഇങ്ങനെ ചില ആളുകൾ ചിലപ്പോൾ അങ്ങനെയും പറയും. അപ്പം ഞാനിവിടെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന തുടക്കത്തിൽ എൻ്റെ MLA എന്നുള്ള നിലക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന വികസന കാര്യങ്ങളെ ഞാൻ ഓരോന്നിനും പ്രയോറിറ്റി ഇട്ടിട്ടാണ് കൊടുത്തത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മണ്ണാർക്കാട് നഗരത്തിലെ പിന്നെ ഗതാഗത കുരുക്കായിരുന്നു. ഇന്നത്തെ മണ്ണാർക്കാടായിരുന്നില്ല അന്ന്. ഇതുവഴി കോഴിക്കോട് പാലക്കാട് റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ദുരനുഭവം അറിയാം. ചുരുങ്ങിയത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2-3 മണിക്കൂറുകൾ കുരുക്കിൽപ്പെട്ട് കിടന്ന സന്ദർഭങ്ങളുണ്ട്. ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നു. അതതിൻ്റെ മുമ്പ് അല്ല, അതിൻ്റെയൊക്കെ മുമ്പുള്ള ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത്. ശരി. അപ്പോൾ അതിനൊക്കെ ഉള്ള പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ കുന്തിപ്പുഴ പാലത്തിലുണ്ടാകുന്ന ബ്ലോക്കായിരുന്നു. ഇവിടെ പറഞ്ഞ മാതിരി ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പാലമാണ്. അതുവരെയുള്ള ആളുകൾ എന്താണ് പാലത്തിൽ വർക്ക് ചെയ്യാഞ്ഞത്? എന്താ കാരണം? അത് ഇതിനൊരു സാങ്കേതികത്വം കൂടി ഉണ്ടായിരുന്നു. ഒരു പാലത്തിന് ഫണ്ട് വെക്കൽ മാത്രമല്ല, അത് NHന്റെ വർക്കായിരുന്നു. വേറൊരു കാര്യം, ഇന്നത്തെ പോലെ NHലേക്ക് വലിയ തോതിൽ വർക്കുകൾ ആ കാര്യത്തിൽ വന്നിരുന്നില്ല. പ്രപ്പോസലുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷെ പദ്ധതികൾ വന്നിരുന്നില്ല. അപ്പോൾ അതിനാദ്യം NHന്റെ പെർമിഷൻ വേണം, അല്ലെങ്കിൽ NHനെ കൊണ്ട് ചെയ്യിക്കണം. ഇപ്പം ഇന്ന് NHന്റെ വർക്കുകൾ സാർവത്രികമായിട്ട് കേരളത്തിൽ വരുന്നുണ്ട്, പക്ഷെ ആ ഒരു കാലം കൂടി കാണണം. 15 കൊല്ലം മുമ്പാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഡൽഹിയിൽ പോയി, അങ്ങനെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഡൽഹിയിൽ പോയി മോർത്തിൻ്റെ മന്ത്രി, ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയെ കണ്ടു. ഈ 2 ഇഷ്യൂ ഞങ്ങളുടെ പട്ടണത്തിന് വലിയ പ്രശ്നമുണ്ട്. ഒന്ന് കുന്തിപ്പുഴ പാലത്തിന് വീതിയില്ലാത്തതും നൊട്ടമലയിലെ അന്നുണ്ടായിരുന്ന വിഷയങ്ങൾ. അപ്പോൾ പിന്നെ അതിനൊരു പരിഹാരം NH വഴി പെട്ടെന്ന് ചെയ്തു തരണം. അപ്പോൾ സാങ്കേതികമായിട്ട് പറയാണ്, നൊട്ടമല വേറെ MLAന്റെ കയ്യിലല്ലേ എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. പക്ഷേ ഞാൻ കൊടുത്ത നിവേദനത്തിൽ അതുണ്ട്. കാരണം അതിൻ്റെ എഫക്റ്റ് മണ്ണാർക്കാട് ടൗണിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് പരിഹരിക്കണം. അതിപ്പോൾ ഭൂമി ആരാണെന്ന് അളന്ന് നോക്കിയിട്ടല്ല അന്ന് കൊടുത്തത്. ആ നിവേദനത്തിൻ്റെ കോപ്പി ഇവിടെ കാണും. അന്ന് CP ജോഷി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയാണ്. UPA സർക്കാരാണ് ഭരിക്കുന്നത്. അഹമ്മദ് സാഹിബും അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീറും അന്ന് പിന്നെ ഇവിടെ പിന്നെ അവരെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഞാൻ MLA ആയിട്ട് ഒരു 3-4 മാസമായിട്ട് ആ സമയത്ത് പോയി ഡൽഹിയിൽ പോയി
കണ്ട് കൊടുത്തു. അപ്പോൾ അവിടുന്ന് അവർ ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ചു കൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്തതല്ലേ, ഇത് രണ്ടും പെട്ടെന്ന് ഉൾപ്പെടുത്താം. അതൊരു ഫേസിൻ്റെ കണക്ക് പറഞ്ഞു, ഫേസ് 3 ഉൾപ്പെടുത്താം ഇതിൻ്റെ പാലത്തിൻ്റെ നവീകരണം, മറ്റതും ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിവരം കിട്ടി പാലം ഫേസ് 3 ചെയ്യാൻ പറ്റില്ല, അത് ഫേസ് 4 മാറ്റിയത്. അപ്പോൾ വീണ്ടും അനന്തമായി നിൽക്കുകയാണ്. അന്ന് UDF ഭരണകാരാണ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മളോട് ഇവിടെ പറഞ്ഞ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയാണ്. ഇബ്രാഹിം കുഞ്ഞിനെ പോയി കണ്ടു. ഇത് NH-ലാണ് സംഗതി, ഫണ്ട് പൂർണ്ണമായിട്ടും കേരളം വെച്ച് ചെയ്യാൻ പറ്റുമോ, നിങ്ങളൊന്ന് ചെയ്തു തരാം, എനിക്ക് മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ഇതാണ്. അങ്ങനെ അപ്പം എന്താ നമുക്ക് ധനകാര്യമന്ത്രിയെ കൂട്ടി ഒരു മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞു. അന്ന് KM മാണി സാറാണ് ധനകാര്യ വകുപ്പ് മന്ത്രി. മീറ്റിംഗ് വിളിച്ചു. നമ്മളിതിൻ്റെ ശ്രമമാണ്, അതിൻ്റെ പിന്നാലെ പോകണം. അപ്പോൾ പിന്നെ KM മാണി അന്നാണ് MLA-മാർക്ക് അസറ്റ് ഫണ്ട് വന്നത്. ഇബ്രാഹിം കുഞ്ഞ് അല്ലെങ്കിൽ തന്നെ PWD ഫണ്ട് തരാൻ തയ്യാറാണ്. പക്ഷേ KM മാണി സാറ് അതിലൊരു നിർദ്ദേശം വെച്ചു, MLA-ൻ്റെ അസറ്റ് ഫണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു എൻ്റെ ഫുൾ അസറ്റ് ഫണ്ട്, അപ്പോൾ ഒരു ദിവസത്തെ അസറ്റ് ഫണ്ട്, ഒരു വർഷത്തെ അസറ്റ് ഫണ്ട് 5 കോടിയേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യും, അടുത്ത വർഷത്തെ വെക്കാൻ പറ്റും. അടുത്ത വർഷത്തെ ഇതിൻ്റെ ബാലൻസും വെക്കാം. കാരണം കുന്തിപ്പുഴ പാലം പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് മണ്ണാർക്കാട്ടെ ഏത് വികസനത്തെക്കാളും വലിയ പ്രശ്നം. അപ്പം ഞാൻ അത് മുഴുവൻ കൊടുക്കാൻ തുടങ്ങി. 8.5 കോടി, 9 ആദ്യം പറഞ്ഞു, പിന്നീട് വർക്ക് കഴിഞ്ഞപ്പോൾ 8.5-9 കോടി ആയിട്ടുള്ളൂ. ഏതായാലും ആ ഫണ്ട് രണ്ടും കൊടുക്കാമെന്ന് പറഞ്ഞു. അത് പ്രകാരമാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. നാഷണൽ ഹൈവേയിലുള്ള ഇതിന് ഇവിടെ ഒരു പാലം നിർമ്മിക്കാനും അതിന് MLA-യുടെ 2 വർഷത്തെ ആസ്തി വികസന ഫണ്ട് എടുക്കാനും തീരുമാനമായി. അങ്ങനെ അത് പ്രകാരം പിന്നെ ഇബ്രാഹിം കുഞ്ഞാണ് മന്ത്രി. NH-ൽ ഞങ്ങൾ വേഗം കാര്യങ്ങൾ നീക്കി. പിന്നെ ഇപ്പം അതിന് അങ്ങനെ ആ പണി പൂർത്തിയായി പാലം വന്നു. പിന്നെ അതിനുള്ള വിമർശനം എന്താ, അരപ്പാലമാണ്. അതായത് നിലവിൽ അവിടെ ഒരു ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമുണ്ട്, അത് പരിശോധിച്ചു, അതിന് വേറെ തകരാറുകളൊന്നുമില്ല. അപ്പോൾ അത് പൊളിക്കുക എന്ന് പറഞ്ഞാൽ, എന്നിട്ട് പുതിയ പാലം രണ്ടും കൂടി ചേർത്തോടെ ഒരു വലിയ പാലം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ NH ശരിക്കും ബ്രേക്ക് ആവുക, വേറെ ഒരു മാർഗവും ഇല്ല കടക്കാൻ. അപ്പം അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ ആലോചനയിൽ വന്നൊരു നിർദ്ദേശം, അത് പൊളിക്കണ്ട, അതിന് അങ്ങനത്തെ ഡാമേജ് ഒന്നുമില്ല, അത് സ്ട്രെങ്തൻ ചെയ്താൽ മതി. എന്നിട്ട് അതിനോട് ചേർന്ന് വേറൊരു പാലം ഉണ്ടാക്കിയാൽ മതി. പിന്നെ അവിടെയും ഒരു വലിയ ലെങ്ത്തുള്ള പാലം ഉണ്ടാക്കിയാൽ മറ്റുള്ളവരുടെ ഭൂമിയിലേക്കാണ് അത് കിടക്കുക. പിന്നെ റോഡിനേക്കാൾ വീതിയിൽ പാലം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നത്. അത് നമ്മൾ പറയണതല്ല, ഉദ്യോഗസ്ഥന്മാർ അവിടെ അപ്പം ഫിറ്റായത് അതാണ്. ആ നിലവിലുള്ള പാലത്തോട് അതേ രീതിയിൽ മറ്റൊരു പാലം കൂടി കൂട്ടിച്ചേർത്ത് രണ്ടും ഒന്നാക്കുക. അതാണ് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം. ആയിക്കോട്ടെ, ആ പരിഹാരം അങ്ങനെ അത് പരിഹരിച്ചു. അതേ സമയത്ത് ഞാൻ പറഞ്ഞില്ല ഡൽഹി പോയി വന്ന തീരുമാനം, മറ്റേത് അവർ നാഷണൽ ഹൈവേ തന്നെ തീരുമാനം വന്ന് അന്നത്തെ കാലത്ത് 2 കോടി രൂപ വേണ്ടി വന്നു ഈ ടാറ് മാറ്റിയിട്ട് പകരം ഇന്റർലോക്ക് ചെയ്യുന്നു. ഇത് രണ്ടും നടന്നു. ഇത് രണ്ടും നടന്നപ്പോഴാണ് ഈ പാലത്തിന് വേണ്ടി MES കോളേജിൻ്റെ അവിടുന്ന് റോഡ് വീതിയിൽ കൊണ്ടുവന്നു. പാലവും റോഡും കൂടിയാണ് ഈ പറഞ്ഞ 9 കോടി രൂപ. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ചർച്ച ഉയർന്നു വന്നു, ഈ വീതി ടൗണിലും ഉണ്ടല്ലോ, അന്ന് ടൗണിൽ വ്യാപകമായ കയ്യേറ്റങ്ങളുണ്ട്, ഇതൊക്കെ ഓരോന്നോരോ നിമിത്തമാണ്. അപ്പോൾ പിന്നെ അതിനുള്ള സബ് കളക്ടർ, നോഹ് സബ് കളക്ടറാണ് സമയമാണ്. നമ്മൾ ആ രീതിയിൽ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ് UDF-ന്റെ കാലത്ത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവിടെ നമ്മൾ സ്മൂത്തായിട്ട് അത് ചെയ്തു. ആദ്യം എന്ത് ചെയ്ത്, മണ്ണാർക്കാട്ടെ മൊത്തം വ്യാപാരികളെ വിളിച്ചു കൂട്ടി. അപ്പോൾ ഇതൊക്കെ തൊടുമ്പോൾ പൊള്ളുന്ന കാര്യമാണ്. ഓരോരുത്തരും ഇറക്കി കെട്ടിയത് കയറ്റി കെട്ടാൻ ചെല്ലുമ്പോൾ പലജാതി ബന്ധങ്ങളുണ്ടാവും, രാഷ്ട്രീയം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വിളിച്ചു കൂട്ടി. കുന്തിപ്പുഴ പാലത്തിൻ്റെ അവിടെ നിന്നിട്ടുള്ള വീതി കണ്ടില്ലേ, ആ അതായത് PWD ഓഫീസ് വരെ ആ വീതി ഉണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച റോഡിന് ഇങ്ങോട്ടും ഉണ്ട്. നമ്മൾ ഈ ഗതാഗതക്കുരുക്ക് ഇങ്ങനെ അനുഭവിക്കണം, എല്ലാവരും സഹകരിക്കണം. ഇവിടെ ഉദ്യോഗസ്ഥന്മാർ അളന്ന് തിട്ടപ്പെടുത്തിയാൽ അതിൽ ആരുടേക്കാണോ ഇറങ്ങി നിൽക്കുന്നത് അവർ സഹകരിക്കണം. 1-2 കക്ഷികൾ ഒഴികെ ബാക്കി എല്ലാവരും സഹകരിച്ചു. ഓപ്പറേഷൻ അനന്തന്റെ പേരിൽ മണ്ണാർക്കാട് കേസ് ഉണ്ടായിട്ടില്ല, എല്ലാവരും സഹായിച്ചിന്. അപ്പോൾ അവിടെ രാഷ്ട്രീയമായിട്ടൊന്നും ആരും എതിർക്കാൻ വന്നിട്ടില്ല. അങ്ങനെയാണ് ആ നടപടിക്രമങ്ങൾ ഒരു 17-18 പൂർത്തിയാകും. ആ സമയത്ത് ഭാഗ്യത്തിന് NH-ൽ ഒരു പുതിയ വർക്കും വന്നു. അത് അങ്ങനെ ഓരോന്നിനും നിമിത്തമായിട്ട് വരികയാണ്. NH-ൽ എന്ത് വർക്കാണ് വന്നത്, ഈ അതെ മറ്റേ ഇവിടെ നിന്ന് നാട്ടുകൽ മുതൽ ടാണാവ് വരെ അവിടുന്ന് അങ്ങോട്ടും പിന്നെ റോഡ് വൈഡൻ ചെയ്യാനുള്ളൊരു വലിയ ബൃഹത്തായ പദ്ധതി വന്നു. ആ പദ്ധതിയും നമ്മളൊപ്പം നിന്ന് സഹായിച്ച് MLA എന്ന നിലക്ക് അത് നടപ്പിലാക്കി കൊടുത്തു. അപ്പം അങ്ങനെയാണ് മണ്ണാർക്കാട് നഗരത്തിൻ്റെയും ഇവിടുത്തെ മുഖം മാറിയതും ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. അങ്ങനെ ഓരോന്നിനും ഓരോ കാരണമാണ്. അട്ടപ്പാടിയിൽ ഞാൻ MLA ആയ ഉടനെ തന്നെ ഉണ്ടായിരുന്ന ഒരാവശ്യം, ഇവിടെ ഒരു കോളേജ് വേണം, ഇവിടെ ഒരു IHRD കോളേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സർക്കാർ കോളേജ് വേണം. അതിൻ്റെ കഥ എല്ലാവർക്കും അറിയാലോ. ഉമ്മൻചാണ്ടി വന്ന യോഗത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു, ഉമ്മൻചാണ്ടി തരുന്നു. പക്ഷെ അതോടുകൂടി അവസാനിക്കില്ല. നമ്മളതിൻ്റെ പിന്നാലെ നടന്ന്
അതിന് വിദ്യാഭ്യാസ മന്ത്രി അന്ന് അബ്ദുൾ റബ്ബാണ് ഇവിടെ അനുമതി വാങ്ങി. ഇവിടെ 2 സ്പെഷ്യൽ ഓഫീസർമാരെ വെപ്പിച്ച് അവരുടെ നേതൃത്വത്തിൽ കിട്ടാവുന്ന ഒരു ഒഴിഞ്ഞ ബിൽഡിംഗ്, ഇതൊന്നും പറയുന്ന അത്ര എളുപ്പമല്ല, കിട്ടാവുന്ന ബിൽഡിംഗ് വാടക ഇങ്ങോട്ട് കിട്ടുക. പിന്നെ അവിടെയുള്ള AVIPന്റെ ഒരു ബിൽഡിങ്ങിൽ കോളേജ് അങ്ങ് തുടങ്ങി. 10 മാസം കൊണ്ട്, ഒരു കുട്ടി പിറക്കുന്ന സമയം കൊണ്ട് കോളേജ് അങ്ങ് തുടങ്ങി. അങ്ങനെ ഉള്ള ഓരോ വികസനങ്ങളും ഓരോന്നും ഓരോ നിമിത്തമാണ്. അങ്ങനെ ആ സമയത്ത് തന്നെയാണ് ഈ മറ്റേ ഇവിടെ കാലിഫാം, നമ്മുടെ തിരുവിഴാങ്കുന്നിലെ കാലിഫാം, എല്ലാ കാലത്തും കാലിഫാം ഉണ്ട്. നമ്മളവിടെ ചെന്നു. ഇതിൻ്റെ വലിയ സൗകര്യങ്ങൾ, ഈ ഭൂമിയൊക്കെ കണ്ടപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ വെറുതെ ഇടുന്നത്, ഇതിലെന്തെങ്കിലും സാധ്യതകൾ കൊടുന്നൂടെ, വെറ്റിനറി കോളേജുകൾ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ അന്നത്തെ മന്ത്രി മോഹനുമായിട്ട് സംസാരിക്കുന്നു. മോഹനെ ഒരു ദിവസം ഇവിടെ കൊണ്ടുവരുന്നു, അത് കാണുന്നു, മറ്റേ യൂണിവേഴ്സിറ്റിൻ്റെ VC-നോട് വരാൻ പറയുന്നു. അങ്ങനെ അവിടെ കോളേജിന് അപ്ലൈ ചെയ്ത്. അപ്പോൾ അവർ ആണ് ഞാൻ വെറ്റിനറി കോളേജ് എന്ന് പറഞ്ഞത് അതിനേക്കാൾ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏവിയൻ സയൻസ് കോളേജ്, ഈ മറ്റേ പൗൾട്രിയുമായി ബന്ധപ്പെട്ട അതിലേക്ക് അതിൻ്റെ സബ്ജക്റ്റ് മാറ്റിയെടുക്കും. എന്തായാലും കോളേജ് വന്നു, കെട്ടിടം വന്നു, പിന്നെ മോഹനം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു, തറക്കല്ലിട്ടു, പിന്നെ ഉമ്മൻചാണ്ടി വന്ന് പിന്നെ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ പിന്നെ അന്ന് നമ്മൾ ചെയ്ത പലതും പിന്നെ ചില ആളുകൾ വിമർശനത്തിൽ മറ്റുള്ളവരിതാക്കി പറഞ്ഞു. അട്ടപ്പാടിയിലെ മിനി സിവിൽ സ്റ്റേഷൻ, അതിൻ്റെ നാൾവഴികളൊക്കെ പരിശോധിച്ച് നോക്കൂ. തറക്കല്ല് എന്നേ ഇട്ട്, പണി എന്നേ തുടങ്ങി, എന്നേ പൂർത്തിയായി. തറക്കല്ലിട്ടതും ആ തറക്കല്ലിടുക എന്നുള്ള എല്ലാ നടപടിക്രമവും പൂർത്തിയാക്കണേ. അട്ടപ്പാടിയിൽ മിനി സിവിൽ സ്റ്റേഷൻ എല്ലാ ഓഫീസുകളും ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരണം. അത് പിന്നെ നടന്നത് പിന്നെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് പറഞ്ഞ മാതിരി ഇബ്രാഹിം കുഞ്ഞ് വന്നിട്ടാണ് തറക്കല്ലിടാൻ തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹം വന്നില്ല, ഞാൻ തന്നെ തറക്കല്ലിട്ട്. പണി പൂർത്തിയാകുമ്പോൾ ഒരു 3-4 നില കെട്ടിടമല്ലേ, പണി പൂർത്തിയാകുമ്പോൾ ഗവൺമെൻറ് മാറിയിരിക്കുന്നു. 2017 മറ്റോ അന്ന് ചന്ദ്രശേഖരൻ റവന്യൂ മന്ത്രിയും പിണറായി വിജയൻ വന്നിട്ടാണ് മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതൊക്കെ ഒരു തുടർച്ചയാണ്. അപ്പോൾ അട്ടപ്പാടിയിലെ മിനി സിവിൽ സ്റ്റേഷൻ, പിന്നെ ഓരോ കാലത്തും നമ്മൾ ഏതൊക്കെ പ്രശ്നങ്ങളാണോ പരിഹരിക്കേണ്ടത് അതിനനുസരിച്ച് ഇടപെട്ടു. ഇപ്പോൾ കുടിവെള്ള പദ്ധതി, മണ്ണാർക്കാട് തെങ്കര സമഗ്ര കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. ഇവിടെ ഈ ചോമേരിയിൽ നിങ്ങൾ പോയി നോക്കൂ, അവിടെ ഉണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. നമ്മുടെ കാലത്ത് നമ്മൾ തന്നെ തറക്കല്ലിട്ടു. അത് PJ ജോസഫ് ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം വന്നില്ല, ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അതുവഴി ഉണ്ടായ മാറ്റം. പിന്നെ നാട്ടിൽ ജൽജീവൻ വന്നു. സ്വാഭാവികമായും എല്ലാ കുടിവെള്ള പദ്ധതിയും ജൽജീവനിലേക്ക് മാറി. അപ്പോൾ അത് ഓരോ സമയത്ത് ഓരോ ഗവൺമെന്റിന്റെ കീഴിലുള്ള പോളിസിക്ക് എന്താണോ അതാണ്. പിന്നെ ഇപ്പൊ ഈ പറയുന്ന കിഫ്ബി പദ്ധതികൾ, കിഫ്ബിയെ നമ്മൾ വിമർശിക്കും. എന്തിനാ വിമർശിക്കുന്നത്? അത് അതിന്റെ പിന്നെ തത്വത്തെയാണ് വിമർശിക്കുന്നത്. വലിയ തോതിൽ പണം പലിശക്ക് എടുക്കുന്നു. അത് ആരാ തിരിച്ചു കൊടുക്കേണ്ടത്? ഈ സ്റ്റേറ്റ് ജനങ്ങളാ തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഗവൺമെന്റിനെ പാപ്പരാക്കുകയാണ്. മുമ്പ് കാലത്ത് വികസന പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പണം കടമെടുത്തിട്ടല്ല നടത്തിയിരുന്നത്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു ബാങ്ക്, ഒരു ധനകാര്യ സ്ഥാപനമാണ്. ഇവര് പുറമേ നിന്ന് സർക്കാരിലേക്ക് പണം കടമെടുക്കുക. ഈ കടമെടുക്കുന്ന ആളുകൾക്ക് വായ്പ കൊടുക്കും, മറ്റേ ഇൻട്രസ്റ്റ് കൊടുക്കണം, പലിശ കൊടുക്കണം. ആ പണം ഉപയോഗിച്ച് ഇപ്പോൾ വികസന പ്രവർത്തനം നടത്തുകയാണ്. ഈ പിണറായി ഗവൺമെന്റിന്റെ കാലത്ത്, ഒന്നാം പിണറായിന്റെ കാലം തൊട്ട് കിഫ്ബിയേ ഉള്ളൂ പ്രധാന പദ്ധതിക്ക്. നമ്മൾ കിഫ്ബിയെ സമീപിക്കും. ഞാൻ നാളെ തിരുവനന്തപുരത്തുകൊണ്ട് കിഫ്ബിയിൽ പോകും. അതെന്താ? എന്റെ മണ്ഡലത്തിലെ വർക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല. എന്നാൽ കിഫ്ബി ആണ് മെച്ചം, അല്ലെങ്കിൽ കിഫ്ബി ആണ് ഗുണകരം എന്ന് പറഞ്ഞൊരു ചർച്ച വെച്ചാൽ കിഫ്ബി അല്ല ഗുണകരം എന്ന് നമ്മൾ പറയും. അതെന്താ വെച്ചാൽ സർക്കാരിന്റെ ഓൺ ഫണ്ട് എടുത്ത് ചെയ്യലാണ് ഗുണകരം. പലിശ കൊടുക്കണ്ട. പലിശ ആരാ കൊടുക്കുന്നത്? നമ്മളാരും പോക്കറ്റല്ല കൊടുക്കണേ. ഗവൺമെന്റ് മണിയാണ് കൊടുക്കുന്നത്. ഗവൺമെന്റിന്റെ ഓൺ ഫണ്ട് എങ്ങനെയാണ് ഇപ്പൊ നിലവില്? സർക്കാരിന്റെ വരുമാനം കാലിയാണെന്നൊക്കെ പറയാം. വളരെ ഇതാണ്. അതുകൊണ്ടാണ് കിഫ്ബിയിലേക്ക് പോയത്. അത് വേറെ കാര്യം. അതുകൊണ്ടാണ് കിഫ്ബിയിലേക്ക് പോയത്. പക്ഷെ കിഫ്ബിയിലേക്ക് പോകുമ്പോഴും ഇതിൽ കുറഞ്ഞ പലിശക്ക് പഴയ കാലത്ത് ജനങ്ങളിൽ നിന്ന് സർക്കാർ കടമെടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് വലിയ പലിശ. ജനങ്ങളിൽ നിന്ന് ആൾക്കാരുടെ അടുത്ത് ബോണ്ട്, പബ്ലിക്കിൽ നിന്ന് പൈസ സർക്കാരിന് കടമെടുക്കാം. നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണ വരെ തന്നെ ആളുകൾ കൊടുക്കും. അതിന് ബോണ്ട്, ഗവൺമെന്റ് ബോണ്ട്സ് എന്ന് പറയും. അങ്ങനെ ചെയ്യാം, എന്താവട്ടെ. അപ്പോൾ ആ കിഫ്ബിയാണ്. അപ്പോൾ ആ കിഫ്ബിയിൽ പിന്നെ മണ്ഡലത്തിലെ ഏറ്റവും മേജറായ ഒരു വികസന പദ്ധതിയുടെ നിർദ്ദേശം നൽകണം. എല്ലാ MLA-മാരും പറഞ്ഞു. ഞാൻ അട്ടപ്പാടി റോഡ് കൊടുത്തു. എന്താ സംശയം? ഏറ്റവും മേജറായ റോഡ് അതാണ്. നെല്ലിപ്പുഴ മുതൽ ആനക്കട്ടി വരെ 54 കിലോമീറ്റർ. അപ്പം നമ്മളന്ന് കൊടുക്കുമ്പോൾ ധരിക്കുന്നത് ഇപ്പോൾ പൂർത്തിയാവുന്നത്. കിഫ്ബി അതിൻ്റെ നടപടിക്രമങ്ങൾ ഇഴഞ്ഞ് നീങ്ങി വൈകി. ഇപ്പോൾ അതെല്ലാം ഒരു രൂപത്തിലായി. ഒന്നാം ഘട്ടം പണി പൂർത്തിയാകാൻ പോകുന്നു. അതിൽ ആ കരാറുകാരൻ്റെ പിടിപ്പുകേടുകൊണ്ട് അതിന് MLA എന്ത് വെച്ചു? കരാറുകാരൻ്റെ പിടിപ്പുകേടുകൊണ്ട് 1 കിലോമീറ്റർ ബാക്കിയുണ്ട്. ഒരു 1.25 കിലോമീറ്റർ ബാക്കി എല്ലാം ടാറിങ്ങായി. പിന്നെ പിന്നെ അല്ല, അതിന്റെ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ റീച്ച് അത് അട്ടപ്പാടി റോഡിൽ ആനമൂളി മുതൽ മുക്കാലി വരെയും
മുക്കാലിയിൽ നിന്ന് ആനക്കട്ടി വരെ. അത് രണ്ടും രണ്ട് കമ്പനി എടുത്തു. ഇപ്പൊ നാളെ ഞാൻ തിരുവനന്തപുരത്ത് പോകണ്ട്. ഞാൻ എന്താ വെച്ചാൽ അതിലെ പേച്ച് വർക്ക് നടത്തിക്കണം. ആകെ കുണ്ടും കുഴിയാണ്. വർക്ക് എടുത്തോടത്ത് മെയിൻ വർക്ക് കിട്ടൂല, ഓൾറെഡി ടെൻഡർ ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കിഫ്ബി ഈ കാലത്ത് കിഫ്ബിയാണ് കിഫ്ബി ചെയ്യിക്കുക. അതേപോലെ എങ്ങനെയാണ് ഈ മേലാറ്റൂർ റോഡ്, അതിലിവിടെ ആരോ പറഞ്ഞു അതില് പിന്നെ മുമ്പ് ഏതൊരു MLA കാലത്ത് ഒരു വർക്ക് നടന്നില്ല, പിന്നെ വർക്ക് നടന്നില്ല. തെറ്റാണ്. എല്ലാ കാലത്തും അതിൽ റോഡ് മെയിൻ്റനൻസ് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ രീതിയിൽ അത് നവീകരിക്കേണ്ട ഒരു ആശയം വരുന്നത് എപ്പോഴാണ്? ഈ പിന്നെ ഹിൽ ഹൈവേ പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ആദ്യം ഞാൻ നോക്കിയത് ഇതല്ല, വേറെ റോഡ് കൂടിയാണ്. അപ്പം ഇതിന് വേറെ ഫണ്ട് വരുമായിരുന്നു. വേറെ ചില റോഡുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഹിൽ ഹൈവേ ഉണ്ടാക്കിയത്. ഇവരെല്ലായിടത്തും, കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ വീണ്ടും പിന്നെ പരിശോധിച്ചപ്പോൾ നമ്മൾ ഈ പ്രപ്പോസൽ വെച്ചു. അതായത് ഉൾപ്രദേശത്ത് കൂടി ഒരു ഹിൽ ഹൈവേ ഉണ്ടാക്കി കൊണ്ടുവരാനാണ് പരിപാടി. ചെറിയ ചെറിയ റോഡുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പം നമ്മൾ പറഞ്ഞു അത് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മളും കൂടി ഒരു നിർദ്ദേശം വെച്ചു. ആ നിർദ്ദേശം അംഗീകരിച്ചു. അങ്ങനെയാണ് കാഞ്ഞിരംപാറ മുതൽ ചുങ്കം വരെ ഈ ഹിൽ ഹൈവേ ആക്കിയത്. ചുങ്കത്തുനിന്ന് പിന്നെ എവിടെ ഹിൽ ഹൈവേ പോണത്? NH കൂടി തന്നെ പോകണം. നേരെ NH കൂടി പോയിട്ട് പാലക്കാട് പോയിട്ടാണ് പിന്നെ ഹിൽ ഹൈവേ തുടരണ്ടേ. അപ്പൊ ഇതൊന്നും കാര്യങ്ങൾ അറിയാതെയാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടായി, ഈ കാഞ്ഞിരംപാറ മുതൽ ചുങ്കം വരെ ഹിൽ ഹൈവേന്റെ സ്റ്റാൻഡേർഡിൽ ഈ റോഡ് ഉണ്ടാവും. ആ റോഡ് വന്നു. അതിന്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്പീഡിൽ ചെയ്തു. പിന്നെ അപ്പോഴും അതിൽ കുറെ വിമർശനം വന്നു. അതിനോട് ചേർന്ന ഡ്രൈനേജ്, ഇത് വീതി കുറവാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഉദ്യോഗസ്ഥന്മാരോട് അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചു. അലനല്ലൂരിൽ 2 തവണ യോഗം ചേർന്നു. ആളുകളെ അത് ബോധ്യപ്പെടുത്തി. ഇപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ അതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ട്. അതൊക്കെ വരുമ്പോഴേക്കും ഇങ്ങോട്ട് നമ്മുടെ നെഞ്ഞത്ത് കയറുന്നതിൽ അർത്ഥമില്ല. എന്താ സംഗതി വെച്ചാല് ടാറ് ബുക്ക് ചെയ്തു, ഊരാളുങ്കലാണ്. അതും പറഞ്ഞുതരാം. അങ്ങനെ ഇവര് പറയണ മാതിരി നമ്മൾ രാഷ്ട്രീയം പറയണമെങ്കിൽ ഞാൻ അതിനെതിരെ രാഷ്ട്രീയം പറയണം. ഊരാളുങ്കൽ ക്രെഡിറ്റ് സൊസൈറ്റി, കോൺട്രാക്ടർ ലേബർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആരതാണ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ അവരോട് ചോദിച്ചു നോക്കാം, നമ്മളടുത്ത് എന്തെങ്കിലും ഒരു അസൗകര്യങ്ങൾക്ക് ഉണ്ടായിക്കണം. ഇല്ല, അവരെ നമ്മൾ സഹായിക്കണം. അവരൊപ്പം നിന്നിട്ട് ആ പണി പൂർത്തിയാക്കണം. അവര് നമ്മളോട് ഈ പറഞ്ഞ അലനല്ലൂരിലെ മീറ്റിങ്ങിൽ നമ്മളോട് പറഞ്ഞ എന്താ, ഡിസംബർ 31-നകം കോട്ടോപ്പാടം പള്ളിയുടെ അവിടം തൊട്ട് അലനല്ലൂരിലെ പിന്നെ പെട്രോൾ പമ്പ് വരെ, അതായത് ആ മറ്റേ PPH ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടല്ലോ, അതുവരെ ഫസ്റ്റ് ഘട്ട ടാറിങ് പൂർത്തിയാക്കും. ബാക്കിയുള്ളത് മെയ് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും ടാറിങ്. അതിന്റെ അപ്പുറം ഇപ്പുറം. ഇപ്പൊ എന്താ സ്ഥിതി വെച്ചാൽ അത് ടാറ് കിട്ടാത്തോണ്ട് വൈകി. വീണ്ടും മിനിയാന്ന് ഞങ്ങളുടെ യോഗം ചേർന്നിരുന്നു. അപ്പൊ 7 കിലോമീറ്റർ ഈ മാസം പിന്നെ അടുത്ത 15-ന്റെ ഉള്ളിൽ പൂർത്തിയാക്കി തരാം. അതാണ് ഇപ്പൊ ലേറ്റസ്റ്റ്. അവരുടെ ഹെഡിനെ വരെ നമ്മൾ വിളിച്ചു പറഞ്ഞു അതിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഓരോ ഘട്ടമായിട്ടാണ് കാര്യങ്ങൾ നടക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കണ്ണംകുണ്ട് പാലം ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. സമാനമായ രൂപത്തിലുള്ള ഒരു പാലം മറ്റൊരു മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ കെട്ടേണ്ടി വന്നു. അത് പല ആളുകളെയും സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഓരോന്നും സെപ്പറേറ്റ് പ്രോജക്റ്റാണ്. ഇപ്പൊ നമ്മളെ കയ്യിൽ കുറെ പണം തന്നിട്ട് നിങ്ങൾ അത് വെച്ച് ചെയ്യുമെന്ന് പറയണ്ടല്ലോ. ഇത് ഓരോ പദ്ധതികളും നമ്മൾ അതിന്റെ പിന്നാലെ നടന്ന് അത് പിന്നെ വിവിധ പിന്നെ പ്രോസസ്സിലൂടെ കടന്നു പോകണം. കണ്ണംകുണ്ട് പാലത്തിന് എന്താ സംഭവിച്ചത്? കണ്ണംകുണ്ട് പാലം എൻ്റെ തന്നെ ഒരു വ്യക്തിപരമായ വികസന രംഗത്തൊരു ദുഃഖമാണ്. എന്തായാലും സംഭവിച്ചത്, ആദ്യത്തെ സമയത്ത് കണ്ണംകുണ്ട് പാലവും റോഡും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫണ്ട് അനുവദിച്ചു. അന്ന് UDF ഗവൺമെന്റിന്റെ കാലം 7 തവണ ഫണ്ട് അനുവദിച്ചു പറയട്ടെ. ഫ്ലെക്സ് ഞാൻ മാത്രമല്ല വെച്ചത്, അതിൽ ഞാൻ വിശദീകരിക്കാം. അങ്ങനെ ആദ്യം വന്നു, റോഡ് നടന്നു. അന്ന് എന്തേ പാലം നടക്കാൻ ചെയ്യും? അന്ന് ഇതിലേക്ക് ഭൂമി തരേണ്ട 4 ആളുകൾ ഭൂമി തരാൻ തയ്യാറായില്ല. ആ 5 കൊല്ലം അങ്ങനെ പോയി. ഭൂമി കൺസെന്റ് കിട്ടുന്നില്ല. പിന്നെ നിർബന്ധിത ഇത് എടുക്കാനും കഴിയില്ല. അത് സംസാരിച്ചു. പക്ഷെ അന്ന് ചില ആളുകൾ കടുത്ത സ്റ്റാൻഡ് എടുത്തു, ഭൂമി തരൂല എന്നല്ലേ. അപ്പോ നമ്മൾ കണ്ണംകുണ്ട് റോഡ് പൂർത്തിയാക്കി 5 കോടിക്ക്. സംസ്ഥാനത്തെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡാണ് ആ റോഡ്. എടത്തനാട്ട് റോഡ്, അതായത് അലനല്ലൂർ ടു എടത്തനാട്ട്, കൊടിയങ്കുന്ന് വഴി കൊടിയങ്കുന്ന് വരെ ഉള്ള ആ റോഡ്. അത് അന്ന് ഈ പറഞ്ഞ മാതിരി ഇബ്രാഹിം കുഞ്ഞ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു. പാലം ഈ ഇത് തരാത്തതുകൊണ്ട് നടന്നില്ല. രണ്ടാമത് പിണറായി സർക്കാർ 2016 വരുന്നു. ഇതേമാതിരി പറഞ്ഞു എല്ലാ മേജർ പ്രോജക്റ്റുകളും കിഫ്ബിയാണ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു. 8 കോടി രൂപ അതിന് അനുവാദം കിട്ടി. അന്ന് ആരൊക്കെ ഫ്ലെക്സ് വെച്ചതെന്ന് ചോദിച്ചു. അന്ന് അവിടെ ഫ്ലെക്സ് വെച്ചത് LDF. ആദ്യത്തെ ഫ്ലെക്സ് LDF, പിണറായിക്കും തോമസ് ഐസക്കിനും ഒക്കെ അഭിവാദ്യം അർപ്പിച്ച് ഫ്ലെക്സ് ആയിക്കോട്ടെ, ആ ഗവൺമെന്റാണ്, സംഗതി ശരിയാണ്, വെച്ചു. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കിഫ്ബി തീരുമാനിച്ചു 10 കോടിയിൽ താഴെയുള്ള പദ്ധതികൾ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു കൊടുക്കാം. കഷ്ടകാലം, നമ്മളെ കഷ്ടകാലം. കണ്ണംകുണ്ട് പാലം പോയി 10 കോടിയിൽ താഴെയാണ്. അന്ന് 8.5 കോടിയുള്ളൂ.
പിന്നെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ PWD പണം തരണം. ആ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ ശ്രമിച്ചു. അന്ന് ജി സുധാകരനാണ് മന്ത്രി, എന്നെ കുറേ സഹായിച്ച മന്ത്രിയാണ്, LDF മന്ത്രിയാണെങ്കിലും ഇവിടെ കുറേ റോഡുകൾക്ക് ജി സുധാകരൻ പൈസ തന്നിട്ടുണ്ട്, ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പൈസ കഴിഞ്ഞാൽ ഫണ്ട് അനുവദിച്ചു. പക്ഷേ ബ്രിഡ്ജിന് കിട്ടിയില്ല. ആ പീരീഡും പോയി. രണ്ടാമത് പിന്നെ നമ്മൾ മൂന്നാമത്തെ ടൈമിൽ വരുന്ന 21. അപ്പോഴേക്ക് ഇവരായിട്ടുള്ള സംസാരങ്ങളൊക്കെ പൂർത്തിയായി, ഇവരെല്ലാവരും കൺസെന്റ് ഒപ്പിട്ടു. സ്ഥലം എല്ലാവരും വിട്ടു. ഇപ്പൊ സ്ഥലത്തിന് പ്രശ്നമില്ല. അങ്ങനെ വന്നപ്പോൾ പിന്നെ നമുക്ക് ഉണ്ടായ മാർഗം എന്താ വെച്ചാൽ, ഓരോ ബഡ്ജറ്റിലും 5 കോടി രൂപ ഓരോ മണ്ഡലത്തിനുണ്ട്. അത് എന്ത് ചെയ്യണമെന്ന് MLA-മാരാണ് നിർദ്ദേശിക്കുന്നത്. 5 കോടി നമുക്ക് കിട്ടിയ ഉപദേശം, 5 കോടി കൊടുത്താൽ തന്നെ ബാക്കി പണി ഗവൺമെന്റ് പൂർത്തിയാക്കി തരും എന്നുള്ള നിലയ്ക്ക് കണ്ണംകുണ്ട് പാലം 2021-22 ഉള്ള ആ സമയത്ത് ഈ കോവിഡ് പ്രശ്നമായിട്ട് ഫണ്ടില്ല. തൊട്ടടുത്ത വർഷത്തെ 5 കോടി അതിന് വെച്ചു. ആ 5 കോടി വന്നപ്പോൾ പറഞ്ഞു, അപ്പോഴേക്ക് ഇതിൻ്റെ എമൗണ്ട് 8.5-ൽ നിന്ന് 10.5 ആയിരുന്നു. അപ്പോൾ അടുത്ത വർഷത്തെ ഇതും കൂടി വേണമെന്ന് പറഞ്ഞു. അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ 5 കോടി ആ പാലത്തിന് കൊടുത്തു. പിന്നെ അതിൻ്റെ നടപടിയൊക്കെ പൂർത്തിയായി വന്നപ്പോഴേക്ക് അതിന് 13 കോടിയോളായി. അപ്പോൾ 10 കോടിക്ക് ഇപ്പോൾ ഭരണാനുമതി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ബഡ്ജറ്റ് ഫണ്ടിലെ 3 കോടി അതിന് കൊടുത്തു. പക്ഷെ അതിൻ്റെ അനുവാദം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇത് ഒരു കടലാസ് നീങ്ങണമെങ്കിൽ മണ്ണാർക്കാട്ടെ ഇവിടുത്തെ ബ്രിഡ്ജിൻ്റെ ഓഫീസിൽ നിന്ന് പാലക്കാട് വഴി തിരുവനന്തപുരത്ത് പോയി നീങ്ങണം. ഞങ്ങളത് പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ പെരുമാറ്റച്ചട്ടം അതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിൽക്കുകയാണ്. സർക്കാരിൻ്റെ മെല്ലെ പോക്കാണ് ഇതിലൊരു വിഷയം. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഒന്നിങ്ങനെ പതുക്കെ വിട്ടാൽ മതി എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് പോകുന്നത്. അപ്പോൾ ഇത് ബഡ്ജറ്റ് ഫണ്ടാണ്, കിഫ്ബി ഫണ്ടല്ല. അപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്റ്റാൻഡ് എന്താ വെച്ചാൽ 10 കോടിക്കുള്ള ഭരണാനുമതി ആ പാലത്തിനുണ്ട്. പക്ഷെ പാലം നിർമ്മിക്കണമെങ്കിൽ 13 കോടി വേണം. അപ്പം 3 കോടിയുടെ ഭരണാനുമതിക്കുള്ള നടപടികൾ പൂർത്തിയാവുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ പാലം പിന്നെ ടെൻഡറും നടപടി നിർമ്മാണത്തിലേക്കും പോകാം. ഇനി ഞാൻ പറയുന്ന ഇത് സത്യസന്ധമാണ്. ഇത് ഇപ്പോൾ ഞാനല്ല, ഇനി വേറൊരാൾ നാളെ വന്നാലും ഈ സ്റ്റേജിൽ നിന്ന് താഴോട്ട് പോകില്ല. 13 കോടിക്കുള്ള 10 ഭരണാനുമതി കിട്ടിയതും 3 കിട്ടാൻ പോണതും അടക്കം 13 കോടി ഈ പാലത്തിന് അനുവദിക്കപ്പെട്ടു. പിന്നെ അതിന്റെ നടപടികൾ എന്താ വെച്ചാൽ TS വേണം, ടെൻഡർ വേണം, ഒരു കരാറുകാരൻ എടുക്കണം. അത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയത്ത് നടക്കും. പക്ഷെ ഇപ്പോൾ 2 മാസം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പൊ ചിലപ്പോൾ അവിടെ നിന്ന് വരാം. ഈ ഓരോ പദ്ധതിക്കും ഇങ്ങനത്തെ ഓരോ പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതവിടെ നിൽക്കും. അപ്പോൾ കണ്ണംകുണ്ടിന്റെ കാര്യത്തിൽ അത്രയും ഞാൻ എത്തിച്ചിട്ടുണ്ട്. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. അത്രയും ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. പിന്നെ നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് പിന്നെ ഗ്രാമീണ റോഡുകളാണ്. ഒരുപാട് ഗ്രാമീണ റോഡുകൾ. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നീളമേറിയ ഗ്രാമീണ റോഡാണെങ്കിൽ പോലും PWD ഏറ്റെടുക്കില്ല. പഞ്ചായത്തുകൾക്ക് വിട്ടുകൊടുത്തത് ഒന്നും തിരിച്ചെടുക്കേണ്ട എന്നുള്ളൊരു പോളിസിയും പറഞ്ഞിട്ട് ഒരു ഗവൺമെന്റും എന്ത് ചെയ്യില്ല, പഞ്ചായത്ത് റോഡുകളെ PWD ഏറ്റെടുക്കില്ല. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്ററിൽ നീളമുള്ള റോഡുകളൊക്കെ PWD എടുക്കണം. PWD എടുത്താൽ നമുക്ക് എളുപ്പമുണ്ട്, എന്താ വേഗം അതിൽ പ്രവൃത്തി നടത്തിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ റബ്ബറൈസ് ചെയ്യാത്ത PWD റോഡുകളില്ല. നിങ്ങൾ ഈ കാണുന്ന കോടതിപ്പടി ചങ്ങലേരി അവിടെയുള്ള 2-ാം മൈലിലേക്ക് ഒന്ന് പോകുന്ന റോഡ്, പിന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ കുമരമ്പത്തൂര് സൗത്ത് പള്ളിക്കുന്ന്, പിന്നെ കിഫ്ബിയിലാണെങ്കിലും MES പയ്യനടം റോഡ്, അതുപോലെ പിന്നെ കല്യാണക്കാപ്പ് മൈലാമ്പാടം റോഡ്, ഇതൊക്കെ റബ്ബറൈസ്ഡാണ്. അവിടെ നിന്ന് അങ്ങനെ പോയാൽ കോട്ടോപ്പാടത്തെ വേറെ റോഡ്, കോട്ടോപ്പാടത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെ കടന്നു പോകുന്ന റോഡാണ് കോട്ടോപ്പാടം അമ്പലപ്പാറ റോഡ്. അത് എൻ്റെ ഫസ്റ്റ് ടൈമിൽ 11 കോടി, പാലക്കാട് ജില്ലയിലാകെ അന്ന് 2 പദ്ധതി അനുവദിച്ചുള്ളൂ നബാർഡിൽ. അത് ആ വർക്കാണ്. 11 കോടി രൂപ, അന്ന് 11 കോടി. ആ റോഡ് ഇപ്പോഴും നല്ല രീതിയിൽ ആവശ്യത്തിന് സമയങ്ങളിൽ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. ആ റോഡ് വന്നു. അലനല്ലൂരിലേക്കാണ്ട് പോയ ഈ കണ്ണംകുണ്ട് റോഡാവട്ടെ, അലനല്ലൂർ ഇടത്തനാട്ടുകാരെ മുഴുവനും റബ്ബറൈസ് ചെയ്ത റോഡാണ്. പിലാച്ചോലേക്ക് പോകുന്ന റോഡ് റബ്ബറൈസാണ്. കാപ്പുറമ്പ് വഴി മുണ്ടക്കുന്ന് കാപ്പുറമ്പ് റബ്ബറൈസ്ഡ് ആണ്. ആഞ്ഞിലങ്ങാടിക്ക് പോകുന്ന റോഡ് റബ്ബറൈസ്ഡ് ആണ്. പിന്നെ അവിടെ റബ്ബറൈസ്ഡ് അല്ലാത്ത റോഡില്ല. എന്നതുപോലെ അലനല്ലൂർ വന്നാൽ അലനല്ലൂരിൽ നിന്ന് പിന്നെ ഈ കാര്യവട്ടത്തേക്ക് പോകുന്ന റോഡ് റബ്ബറൈസ്ഡ് റോഡാണ്. അലനല്ലൂരിൽ നിന്ന് പിന്നെ പുത്തൂരിലേക്ക് പോകുന്ന റോഡ് 2 കിലോമീറ്ററേ ഉള്ളൂ, അത് റബ്ബറൈസ്ഡ് ആണ്. അപ്പോൾ റബ്ബറൈസ്ഡ് അല്ലാത്ത റോഡ് പെടില്ല. അട്ടപ്പാടിയിൽ കിടന്നോളി. ഈ മെയിൻ റോഡ് ഇങ്ങനെയുള്ള ഈ തടസ്സത്തിൽ കിഫ്ബിയിൽ കുടുങ്ങി എന്നത് ശരിയാണ്. താവളം പുതൂർ റോഡ്, മുള്ളി റോഡ്, താവളം മുള്ളി റോഡ്, അത് സൂപ്പർ ഹൈവേ ആണ്. KSDP പദ്ധതിയാണ്. അത് വന്നു.
അതേപോലെ പിന്നെ ഗൂളിക്കടവ് ചിറ്റൂർ ഷോളയൂർ റോഡ്, ഷോളയൂർക്ക് ഒരു പുതിയ വഴി തന്നെ ഉണ്ടായി, അങ്ങനെ കട്ടിക്കുടി പോകണ്ട, ഗൂളിക്കടവിൽ നിന്ന് ഇങ്ങനെ പോവാം. അപ്പൊ അങ്ങനെ എത്രയോ റോഡുകൾ, അതാണ് ഞാൻ പറഞ്ഞത്, റബ്ബറൈസ് ചെയ്യാത്ത റോഡുകൾ. പിന്നെ ഗ്രാമീണ റോഡുകളുടെ കാര്യം പറഞ്ഞു, 1000-ഓളം ഗ്രാമീണ റോഡുകൾ, 2 ലക്ഷം മുതൽ ചെറിയ നടപ്പാതാവും 60ഉം 80ഉം ഇപ്പോൾ 1 കോടി രൂപ കൊടുത്ത 1.5 കോടി കൊടുത്ത ഗ്രാമീണ റോഡുണ്ട്. ഇതിന്റെ ബഡ്ജറ്റ് ഫണ്ട് എന്ന് കൊടുത്തിട്ടാണ് ചോദിച്ചത്. ഏത് അലനല്ലൂരിൽ കമ്പനിപ്പടി വഴി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകണം ഞങ്ങൾ മറ്റന്നാൾ. അങ്ങനെ ബഡ്ജറ്റ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ MLA ഫണ്ട്, ആസ്തി ഫണ്ട്, പിന്നെ UDF കാലത്തുണ്ടായിരുന്ന പിന്നെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി, LDF കാലത്തുള്ള ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി ഒക്കെ പറയണല്ലോ. LDF കാലത്ത് 2 തവണ, ഇപ്പം നമുക്കൊരു 4.5 കോടി കിട്ടി, കഴിഞ്ഞ ടൈമിൽ ഒരു 5 കോടി കിട്ടി. അപ്പോൾ അതൊക്കെ പഞ്ചായത്ത് റോഡുകൾക്ക് കൊടുത്തിട്ട് 1000-ഓളം ഗ്രാമീണ റോഡുകൾ ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ പണി പൂർത്തിയാക്കി. ഈ ഗ്രാമീണ റോഡുകളുടെ കാര്യം പറയുമ്പോഴേ നമുക്കറിയാം ചീരക്കുഴി റോഡ് സാറിന്റെ ഒരു MLA ഇടപെടൽ കൊണ്ടാണ് ആ റോഡ് തന്നെ യാഥാർത്ഥ്യമായതെന്നാണ് പറയപ്പെടുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മൾ പണം വെച്ചു ചെയ്തു. ഇപ്പൊ അത് വീണ്ടും കേടായിട്ടുണ്ട്. അതിന്റെ ആളുകൾ ഇന്നലെ വന്നിരുന്നു, ജനപ്രതിനിധികൾ ഉൾപ്പെടെ. അതിൽ ഇനി നമ്മൾ അടുത്തൊരു ചാൻസ് കിട്ടിയാൽ നല്ല രീതിയിൽ ഒരു ഫണ്ട് വെച്ചിട്ട് ആ റോഡ്, അതൊരു ഗ്രാമീണ റോഡാണ്, ചെയ്യും. അതിന്റെ തൊട്ടിപ്പുറത്ത് സൗത്ത് പള്ളിക്കുന്ന് പിന്നെ ചുങ്കം റോഡുണ്ട്, അതും നമ്മൾ ഒരിക്കൽ ഫണ്ട് വെച്ച് ചെയ്തതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 1000 റോഡ്. ഇവിടുത്തെ ഏത് പഞ്ചായത്ത് റോഡിലും നമ്മളുടെ ഒരു ഫണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ 2 റോഡും ഇനി 2ാം ഘട്ടത്തിൽ നല്ല നിലയിൽ ഒന്നും കൂടി ചെയ്യാൻ പോകും. പിന്നെ അതുപോലെ തന്നെ മുള്ളി റോഡ് എന്തുകൊണ്ടാണ് ഇതുവരെയും തമിഴ്നാട് അതിർത്തിയിൽ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാത്തത്? തമിഴ്നാട് എടുത്തൊരു തീരുമാനമാണ്. അത് അവർ പറയുന്ന കാരണം ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടിയുള്ള റോഡാണ്, വന്യമൃഗങ്ങൾക്ക് അപകടമാണ്, തദ്ദേശീയർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. പക്ഷെ ടൂറിസ്റ്റുകളെ വ്യാപകമായി വിട്ടാൽ അത് ആ മേഖലയിൽ വലിയ ട്രാൻസ്പോർട്ടേഷൻ വരും, അത് വന്യമൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നു. അത് തമിഴ്നാടിന്റെ സ്റ്റാൻഡാണ്. അതിന് നമ്മൾ ചെയ്യാവുന്ന എന്തൊക്കെ ചെയ്തു? നിയമസഭയിൽ 2 തവണ കൊടുത്തു, മന്ത്രി ഇടപെടാന്ന് പറഞ്ഞു, ഗവൺമെന്റ് ഇടപെടാന്ന് പറഞ്ഞു. പക്ഷെ അവരൊക്കെ കത്തുകൾ അയക്കുന്നുണ്ട്, തമിഴ്നാട് ഫേവർ അല്ല. അപ്പൊ നമ്മൾ തമിഴ്നാട് സ്റ്റാലിനെ പോയി അത് നോക്കാന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതിനൊരു ഫേവറായ അത് കിട്ടിയില്ല. അപ്പൊ തമിഴ്നാട് വനം വകുപ്പിന്റെ കടുംപിടുത്തമാണ് ഈ മുള്ളിയിൽ അങ്ങോട്ടുള്ള വഴി തുറക്കാത്തത്. എന്നാൽ പ്രാദേശികമായ തദ്ദേശീയർക്ക്, കുടുംബക്കാർക്ക് അങ്ങോട്ടൊന്നും പോവാം, അട്ടപ്പാടിക്കാർക്ക് അങ്ങോട്ട് പോവാം, അവിടെ നിന്നിട്ട് അട്ടപ്പാടിക്ക് വരാം, അത് വരാം. പക്ഷെ വലിയ തോതിലുള്ള ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ അവർ അനുവദിക്കുന്നു. അതുമാതിരി പിന്നെ ഇപ്പോൾ ജൽജീവനും കൂടി വന്നതോടുകൂടി എല്ലായിടത്തും കുടിവെള്ള പദ്ധതികളായി. അട്ടപ്പാടിയിലൊരു കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാൻ നിൽക്കുകയാണ്. അട്ടപ്പാടിയിലെ വലിയൊരു പ്രശ്നം കുടിവെള്ള പ്രശ്നമായിരുന്നു. പിന്നെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിരവധി ക്ഷേമ പദ്ധതികൾ, ഒരുപാട് കോളനികൾ അംബേദ്കർ വികസന ഗ്രാമമാക്കി മാറ്റി. അത് ST കോളനി ഉണ്ട്, SC കോളനി ഉണ്ട്. കോളനിന്ന് ഇപ്പോൾ പറയാൻ പാടില്ല, ഉന്നതികൾ, SC ഉന്നതികളുണ്ട്, ST ഉന്നതികളുണ്ട്. പിന്നെ ഞാൻ ഈ ഗ്രാമീണ റോഡിന്റെ കാര്യം പറഞ്ഞു. സ്കൂളുകൾ ഇപ്പോൾ പുതുതായി പല സ്കൂളുകളും അപ്ഗ്രേഡ് ചെയ്തു. ഈ 15 കൊല്ലത്തിൻ്റെ പരിശോധിച്ചോട്ടെ, ഒരുപാട് സ്ഥലത്ത്. ഇപ്പോൾ തെങ്കര സ്കൂൾ ഞാൻ വരുമ്പോൾ UP സ്കൂളാണ്, അത് ഹൈസ്കൂളാക്കി, ഹയർ സെക്കൻഡറി സ്കൂളുമാക്കി, കെട്ടിടങ്ങളും വന്നു. അപ്പോൾ ചോദിക്കും സർക്കാർ പദ്ധതി, അതാത് കാലത്തെ സർക്കാർ പദ്ധതിയിൽ എടുക്കാൻ പറ്റുക. അതായത് ഈ കിഫ്ബി പദ്ധതി ആയാലും ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ. പക്ഷേ ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ പറയും, അഭിമാനത്തോടുകൂടി തന്നെ പറയും, മണ്ണാർക്കാട് മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളിനും ഈ കിഫ്ബി പദ്ധതി നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, എത്തിച്ചിട്ടുണ്ട്. ഇവിടെ GMUPക്ക് ഉണ്ട്, തെങ്കരക്കുണ്ട്, ചളവക്കുണ്ട്, അങ്ങനെ ഒരു വികസന നേട്ടമാണെന്നാണ് അവർ പറയപ്പെടുന്നത്. 10 കൊല്ലം LDF ആണല്ലോ കേരളം ഭരിച്ചത്. അപ്പോൾ ഇതിലുള്ള ഒരു സമീപനം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ നമ്മൾ അധ്വാനിച്ചും നമ്മൾ പ്രപ്പോസൽ കൊടുത്തതുമാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ അത് LDF ഗവൺമെന്റ് അല്ലേ. നടക്കാത്ത കാര്യങ്ങൾ LDF ഗവൺമെന്റിന്റെ കാലത്തും അത് MLAന്റെ കുഴപ്പം. പദ്ധതികൾ നടക്കാതെ പോയാൽ അല്ലെങ്കിൽ വൈകിയാൽ MLAയുടെ കുഴപ്പം. നടന്നാൽ അത് ഞങ്ങളെ സർക്കാരിന്റെ, അത് ഞമ്മന്റെ സർക്കാർ. ഇതാണ് സമീപനം. ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക്. അതുപോലെ തന്നെ ഈ ലൈറ്റുകളുടെ കാര്യം പറയുമ്പോഴേ, ഈ ലൈറ്റുകൾ ദൈവങ്ങൾക്ക് മുൻപിൽ മാത്രമാണ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് എന്നുള്ള ഒരു പ്രയോഗം കേട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അതല്ല, നമ്മൾ മണ്ണാർക്കാട് നിലാവ് എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടാക്കി. എല്ലായിടത്തും പരമാവധി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക. അത് പിന്നെ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് ആവശ്യപ്പെടും. അപ്പോൾ ഈ പിന്നെ അമ്പലങ്ങൾക്കും ചർച്ചുകൾക്കും മുസ്ലിം പള്ളികൾക്കും ഒക്കെ മുമ്പിൽ ഇത് വരണം എന്തുകൊണ്ട് വെച്ചാൽ, രാത്രി കാലങ്ങളിൽ വലിയ തോതിൽ ആളുകൾക്ക് യൂസുള്ളൊരു സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ. ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രഭാത പൂജ, അതുപോലെ തന്നെ രാത്രി വൈകിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ, ഈ മണ്ഡലകാലത്തൊക്കെ അതിരാവിലെ ഉള്ള കുറേ കർമ്മങ്ങളൊക്കെ ഉണ്ടാവും.
അപ്പോൾ പിന്നെ ഉത്സവങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ട്. പല ക്ഷേത്രങ്ങളുടെയും ചുറ്റുവട്ടം വളരെ കാടുപിടിച്ച് വിജനമായിട്ടൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിന് സഹായമാകുന്ന രീതിയിൽ എല്ലാവർക്കും കിട്ടുന്ന വിധത്തിൽ പരമാവധി ലൈറ്റുകൾ ക്ഷേത്രങ്ങൾക്ക് കൊടുത്തത്. ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ക്ഷേത്രങ്ങൾക്കാണ്. ചർച്ചുകാരും പള്ളിൻ്റെ ആളുകൾ ആവശ്യപ്പെടും. അതും ഇതേമാതിരി തന്നെ ചില പ്രദേശങ്ങൾ അങ്ങനെ ആ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളായിരുന്നു. പള്ളിയിലും സുബഹി അതിരാവിലെ വരേണ്ടി വരും. രാത്രി വൈകോളം നോമ്പ് കാലത്തൊക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളും നമസ്കാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെയും ലൈറ്റ് ഉണ്ടായാൽ അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാണ്. അതുപോലെ ചർച്ചിൻ്റെ കാര്യത്തിലും അത് തന്നെ. പാതിരാ കുർബാനയും അത് രാവിലെ വരുന്ന മറ്റ് പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു തിരക്കുള്ള വിവേചനവും ഇല്ലാതെ മാക്സിമം അത് അനുവദിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ മണ്ണാർക്കാട് നിലാവ് പദ്ധതിയാണ്. എന്നാൽ അവിടെ മാത്രമല്ല, വന്യമൃഗ ശല്യമുള്ള അട്ടപ്പാടിയിലെ പല മുക്കുമൂലകളിലും ഈ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് മൃഗത്തെ ദൂരം കാണാം. പലപ്പോഴും അടുത്ത് ചെന്നപ്പെട്ടിട്ട് അപകടം ഉണ്ടാവുന്നത്. അത് ഒഴിവാക്കാൻ വന്യമൃഗശല്യം ഇപ്പോൾ ഇവിടെ കണ്ടമംഗലം അതുപോലുള്ള പിലാച്ചോല അങ്ങനെയുള്ള നമ്മുടെ ഈ ഭാഗത്തും പിന്നെ കുമരമ്പത്തൂർ പഞ്ചായത്തിൻ്റെയും വനമേഖലയുടെ ഭാഗത്ത് ഒക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. ടെങ്കര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം പരിഗണിച്ചിട്ടുണ്ട്. ആരാധനാലയങ്ങൾ മാത്രമല്ല, ഇങ്ങനത്തെ പ്രദേശങ്ങളും പരിഗണിച്ചിട്ടുണ്ട്. എല്ലാ ടൗണിലും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം കൊടുത്ത ടൗണുകൾ ചെറിയ ടൗണും വലിയ ടൗണും ഒക്കെ ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നിലവിലുള്ള നിയമം 3 കൊല്ലമാണ് നമ്മൾ കൊടുക്കുന്ന ആ കമ്പനി അത് മെയിൻ്റനൻസ് നടത്തുക. 3 കൊല്ലം കഴിഞ്ഞാൽ ഇത് പഞ്ചായത്തിൻ്റെ അസറ്റാണ്. പിന്നെ പഞ്ചായത്ത് വേണം അത് മെയിൻ്റനൻസ് നടത്താൻ. അപ്പോൾ ഇതൊക്കെ ഒരു പരസ്പര സഹകരണത്തോടു കൂടി LDF UDF ഒക്കെ ഉണ്ടാവും. പഞ്ചായത്തിലും MLA ഒരു പക്ഷത്താവും, മറ്റേ പഞ്ചായത്ത് ഭരണം വേറെ പക്ഷത്താവും. പക്ഷെ ഇതൊക്കെ ഒരു വികസന കാഴ്ചപ്പാടിൽ നിന്നാൽ, എനിക്കിപ്പോൾ അങ്ങനെ ഒരു എതിർപ്പ് ആ കാര്യത്തിൽ ഉണ്ടായില്ല. വേറെ പല മണ്ഡലത്തിലും MLA ലൈറ്റാണ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്ന പഞ്ചായത്തൊക്കെ ഉണ്ട്. വെക്കാൻ സമ്മതിക്കാത്ത പഞ്ചായത്തുകൾ കാരണം പഞ്ചായത്താണ് കറണ്ട് ബില്ല് ഇറക്കേണ്ടത്, പഞ്ചായത്താണ് പിന്നെ മെയിൻ്റനൻസ് നടത്തേണ്ടത്. അപ്പൊ അതിന്റെ പേരിൽ രാഷ്ട്രീയ വിരോധം കൊണ്ട് അങ്ങോട്ടോട്ട് പെർമിഷൻ കൊടുക്കാത്ത പ്രശ്നമുണ്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. ഈ 15 കൊല്ലത്തിനിടയിൽ ഉണ്ടായില്ല. എൻ്റെ കാലയളവിൽ ഒരുപാട് LDF പഞ്ചായത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നോടത്ത് കൊടുത്തു. എന്തായാലും ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മണ്ണാർക്കാടിന്റെ MLA ഷംസുദ്ദീനാണ്. എന്തായാലും ഇത്രയും നേരം നമ്മോടൊപ്പം കൂടി ചെലവഴിച്ചതിന് നന്ദി അറിയിക്കാം. ഓക്കെ, താങ്ക് യു.